ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിച്ചു. പനീൻ്റെ കെട്ട് നിറയ്ക്കായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. കുറച്ച് പേരുടെ കെട്ടൊക്കെ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റിയില്ല. വീട്ടിൽ കുറച്ച് പണികളുണ്ടായിരുന്നു. പനീൻ്റെ കെട്ട് നിറാന്ന് പറഞ്ഞപ്പോൾ ഓടി വീട്ടിലേക്ക് വന്നതാണ്. എൻ്റെ മോള് ഫസ്റ്റ് തന്നെ ഹാജരായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ സ്വാമിമാരുടെ റിലേറ്റീവ്സും നമ്മുടെ തൊട്ട വീട്ടിലുള്ളവരും അതേപോലെ തന്നെ എല്ലാവരും കൂടി ചേർന്നപ്പോൾ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ഛമ്മമാരും മേമയും അമ്മായിയും മോളും പാപ്പനും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്തത് അനിയനും വേറൊരു ചേട്ടനും കെട്ടുനിറക്കായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കെട്ടുനിറക്ക് നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ ദർശനമൊക്കെ കാണട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അച്ഛനൊരു നെയ്നാളികേരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിറച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോളൊരു പഴം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കെട്ടുനിറയൊക്കെ കഴിഞ്ഞു. വീട്ടിൽ പോയി പാക്ക് ചെയ്ത് വെച്ച് ബാഗ് എടുത്തിട്ട് വന്നതിലെല്ലാം ഉണ്ടോ ചാർജർ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. അങ്ങനെ എല്ലാവരുടെയും കെട്ടുന്നൊക്കെ നിറച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ മോള് ഭയങ്കര കളിയിലാണ്. നമുക്ക് സ്വാമിമാർക്കുള്ള ലെമൺ റൈസും പുതിന ചട്നിയും അച്ചാറും നമ്മുടെ വീട്ടിൽ നിന്നായിരുന്നു. 25-26 സ്വാമിമാരുണ്ടായിരുന്നു കേട്ടോ കെട്ടുനിറക്കായിട്ട്. അപ്പോൾ അവർക്ക് ഒരു നേരത്തെ ഫുഡ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എന്തായാലും അവർ നല്ല രീതിയിൽ പോയിട്ട് ദർശനമൊക്കെ കണ്ടിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ അമ്പലത്തിലൊക്കെ തൊഴുതൽ കഴിഞ്ഞ് തേങ്ങയൊക്കെ എറിഞ്ഞ് അടുത്ത അമ്പലത്തിലേക്ക് വരികയാണ്. അവിടെയും ശരണമൊക്കെ വിളിച്ച് തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളെല്ലാവരും അവരുടെ കൂടെ പോയിട്ട് യാത്രയാക്കിയിട്ട് വരാറാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അവരുടെ കൂടെ ശരണമൊക്കെ വിളിച്ചൊരു 10-15 മിനിറ്റ് നടക്കണം കേട്ടോ വണ്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക്. അവിടെ പോയി നമ്മൾ കയറ്റിയിട്ട് വരും അവരെ. ഇപ്രാവശ്യം കൊട്ടോട് കൂടിയിട്ടാണ് കേട്ടോ അവരെ യാത്ര അയക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട് അവർ ഫുഡൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോവാറ്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവുന്നു എന്ന് വെച്ചപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അവർ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടൊരു കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവരങ്ങനെ യാത്രയാവും. കരിമല വഴിക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ വണ്ടി നിർത്തിയ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും വലം വെച്ച് ഇവിടെയും തേങ്ങയൊക്കെ എറിഞ്ഞിട്ട് അവർ ശരണമൊക്കെ വിളിച്ചിട്ട് വണ്ടിയിൽ കയറി യാത്രയാവലാണ് പതിവ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ വേല കഴിക്കുന്ന ആ ഒരു സ്ഥലം. അതുകൊണ്ട് ഇവിടെയും ഭഗവാന്റെ ആ ഒരു ഇതുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ഇങ്ങനെ കർപ്പൂരമൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് തേങ്ങയൊക്കെ എറിഞ്ഞിട്ടാണ് പോവാറ് കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വണ്ടിയിൽ കർപ്പൂരമൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവരെ യാത്രയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ദർശനമൊക്കെ കിട്ടി ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരെ യാത്ര അയച്ച് വീട്ടിലേക്ക് വന്ന് ഞങ്ങളും ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ 1:30-1:45 ആയപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ.